ഊര് പേരുകൊണ്ട് തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ഒരിടം. കുടിപ്പാർപ്പ്, കുടിയിട, ദേശം, ഗ്രാമം എന്നീ അർത്ഥങ്ങളാണ് ഊരിന് ഉള്ളത്. ഊരുവാസികൾ എന്നാൽ ഗ്രാമത്തിൽ വസിക്കുന്നവർ. വളരെ അന്വർത്ഥമായ പേര്. മണിമലയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലപ്പള്ളി താലൂക്കിൽ നെടുങ്ങാടപ്പള്ളിയിൽ നിന്നും മല്ലപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ മങ്കുഴിപ്പടിയിൽ നിന്നും സെഹിയോൻ മാർത്തോമ പള്ളിക്ക് അടുത്തായിട്ടാണ് ഊര് എന്ന പേരിലുള്ള എബ്രഹാംസ് ഹോം സ്റ്റേ. ജോളി തോമസ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും നേതൃത്വത്തിലുള്ള സന്തോഷത്തിൻ്റെ ഒരു പകൽക്കാലം.
ഒരു കാര്യം പറഞ്ഞു, അതെന്തായാലും നമുക്കറിയത്തില്ല. പക്ഷെ എന്നോടിങ്ങനെ എൻ്റെ കസിൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ഊരിൽ നിന്നാ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഊരോ? അതെ, ആ മലപ്പുഴയിൽ ഒരു പ്രസ്ഥാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞു. ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല അവരോട്. ഫുഡ് എല്ലാ നേരം അവിടെ കൊടുക്കും എന്ന് മാത്രം ഞാൻ അറിഞ്ഞുള്ളൂ. ഇവിടെ ഞങ്ങൾ വന്നു. അപ്പോൾ വരുന്ന വഴിക്കും നമ്മൾ 2 വണ്ടിയിലായിരുന്നു. ഞാനും നിശ്ചയമൊക്കെ ഒത്തിരി സംസാരിച്ച് സന്തോഷത്തോടുകൂടെ ആ ഒരു യാത്ര തുടങ്ങിയത് തന്നെ. ജോലിയൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞാണ് വന്നത്. അതൊരു വലിയ സന്തോഷമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇത്രയും പഴക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം നല്ല ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാം എന്നുള്ളത് ഇവിടെ കണ്ടതിന് ഞാൻ പ്രത്യേകം സാറിനെ അഭിനന്ദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല അത് പിന്നെ അത് തന്നെയല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന വേറൊരു കാര്യത്തിന് ഒരു തിരക്കും കാണിച്ചില്ല. ഇത്രയൊക്കെ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു സാധാരണഗതിക്ക് ഭയങ്കര തിരക്കില്ലെങ്കിൽ പോലും തിരക്ക് കാണിക്കും. അപ്പം ഞാൻ അങ്ങനെ ഒരു തിരക്കും കാണിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു തിരക്കുമില്ല, ഒരു ടെൻഷനില്ല. നല്ല രീതിയിൽ അത് പോകാം. പിൻബലം അതുപോലെ ഉണ്ട്. ദൈവത്തോടൊപ്പം പിൻബലം അദ്ദേഹത്തിന് നന്നായിട്ടുള്ള ഉള്ളത് കൊണ്ടാണ് ഇത്രയൊരു ഇതായിട്ട് ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസമുണ്ട്. ഞാനത് മനസ്സിലാക്കി. പിന്നെ എനിക്ക് ഒരു സെന്റൻസ് എനിക്കത് പറയാതെ ഇവിടെ നിന്ന് പോകാൻ ഒത്തുകയില്ല. ഒരു സെന്റൻസ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. എൻ്റെ പേരൻസിന് എത്രമാത്രം ഇവിടെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട്, സാധാരണ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ പോലും വേറൊരാൾക്ക് അവർ പോയി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അത് കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കാനേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാതെ എൻ്റെ പേരൻസിന് ഞാൻ കിട്ടാത്തത് മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ആണ് ഇതൊക്കെ ചെയ്തതെന്നും ആ ഓരോന്നിനോടുള്ള സമീപനവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. ഇന്നത്തെ ഫുഡിനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡായിരുന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവരെയും കൂടെ പ്രതിനിധീകരിച്ച് ഞാനങ്ങ് പറയുക, നല്ല ഇതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾക്കിങ്ങനെ ഒരു ഇത് അത്ര അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കി. ഒത്തിരി സന്തോഷം. ഞങ്ങളിത് പലരിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും. അത് തന്നെയല്ല എന്നും ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും ഒട്ടും വിഷമിക്കേണ്ട. ഞങ്ങൾ എപ്പോഴെങ്കിലും ഇത് വഴി ഇപ്പം എനിക്കൊരു സങ്കടമുള്ളൂ. ഞങ്ങൾ വടവാതൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പം കോഴഞ്ചേരി പോകുന്നത് മുഴുവൻ ഈ റൂട്ടായിരുന്നു. ഇപ്പം ഞങ്ങളത് പുത്തനങ്ങാടി താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ നാട്ടകം വഴി കയറി അങ്ങനെ അപ്പോൾ
ഇത് അറിഞ്ഞത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇനി ഇവിടെ വരുന്നതായിരിക്കും. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു പ്രത്യേക നന്ദി ഇത് എല്ലാം അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഞാൻ മനസ്സിലാക്കിയത്തോളം അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് കൂടെ പറഞ്ഞു. ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ വന്നാൽ പിന്നെ അതിന് വിളമ്പാനും ബേക്കറി സ്ത്രീകൾ ഇതെല്ലാം കൂടെ കാത്തിരിപ്പാണ് ഈ 100 കാണുക ഒന്ന് കഴിയപ്പെടുക. കേരളക്കാരാണ് ഞാൻ ഈ സ്ഥലം നിശ്ചയിച്ചു. അതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി, സ്ഥലം ഇഷ്ടമായി, രുചിനെ ഇഷ്ടമായി. അത് എനിക്കും പ്രത്യേക സന്തോഷം. അതുപോലെ ഞാനാണ് നിശ്ചയിച്ചത്. ഈ നമുക്ക് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കൂടുതലുകൾ ആണ് മനുഷ്യർക്ക് ആവശ്യം. നമുക്ക് ഈ പള്ളി പ്രാർത്ഥനാ കൂട്ടം അതിൻ്റെ കരുതേറെ പൈസ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പോലും ഒരു മനുഷ്യരുള്ള സംഭാഷണവും ആത്മാസ്തോഷവും ഒന്നും സംഭവിക്കില്ല. അതുപോലൊരു ചടങ്ങ് നമ്മൾ ബോക്സിംഗ് ഒരു പാട്ട് ഒരു പ്രാർത്ഥന ആശീർവാദം 40 മിനിറ്റ് കഴിയണം, കാപ്പി വട 1 മണിക്കൂർ. നമുക്കത് അതിൻ്റെ ഇല്ല, ഒരു പ്രോഗ്രാമും ഇല്ല. ചുമ്മാ ഇരുന്ന് വർത്താനം പറയുക. അതിന് നമുക്ക് പൊളിറ്റിക്സ് വേണ്ട, അതിന് മതം വേണ്ട. രണ്ട് ഹിന്ദുസ് വരുന്നുള്ള ഒരു പ്രയാസമില്ല. ഒരു തറവാറ സംസാരങ്ങൾ ഇല്ല. അത് ഒഴിവാക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇത് നന്നായിട്ട് വീട്ടിൽ നമുക്ക് 2 മണിക്കൂർ ഒരു പ്രയാസമില്ലായിരുന്നു. ഒരു വിഷയം നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കൂടുതലുകൾ നിശ്ചയമായി നമുക്ക് ആവശ്യമാണ്. പർട്ടിക്കുലർലി ഗെറ്റ് ഓൾഡർ. കാരണം വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്നു. അല്ല, നമ്മുടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ ഇപ്പം അച്ഛനും കൊച്ചനെ ആയതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല. നമ്മുടെ പള്ളിക്കാരും കൂടെ അങ്ങനെ ആരും വരാറില്ല. പലരും ഞങ്ങളെ അറിയുന്നില്ല. പിന്നെ ഇവരടുത്തുള്ളതാണ്. പിന്നെ അവിടെ വേറെ 2 വീടുകൾ മാത്രമാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു കൂടിവരവുകൾ വളരെ ഇൻഫോർമേറ്റ്, വെറുതെ വർത്താനം പറയാനും ഒരു ചായയോ ഒരു ഭക്ഷണം കഴിക്കാൻ 2 മണിക്കൂർ ഇത് നമുക്ക് ക്രമമായി വലിയ ഗ്രൂപ്പ് ആകാനും പാടില്ല. 40-50 പേരായാലും പിന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു 15 താഴെ 10-12 നമ്മുടെ മറ്റേ ഫേസ്ബുക്കിൽ 10-15 നമുക്ക് തന്നെ ഇതൊന്നും പോകാൻ മാസത്തിലോ കൂടാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. നമുക്ക് ജോഷുമായി ഡിസൈൻ തുടരാൻ വേണ്ടി 2 മാസത്തിലോ 1 മാസത്തിലോ 2 മാസത്തിലോ കൂടാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. ജോഷുമായി ഡിസൈൻ നമ്മൾ പറഞ്ഞ ആ 2 കപ്പിൾസ് അല്ല അവരെ അതിനൊന്ന് 15 പേര്. പിന്നെ ഞങ്ങളുടെ ഒരു മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ, എന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. അപ്പൊ ഞങ്ങളിവിടെ ഒരു ദിവസം ഒരു മധ്യാഹ്നവും സായാഹ്നവും എല്ലാം ആഘോഷിച്ചിട്ട് പോവുകയാണ്. ബിജു സാറിന് ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി വെച്ചതിനും ആസ്വദിക്കുവാനും തന്നെ ഇവിടെ ഇരുന്ന് അതുകൊണ്ടാണ് ജോലിച്ചായ പ്രത്യേകം ബിജു ഉള്ളപ്പം പോകാം മനസ്സിലായത്.